ഹലോ, നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ആൻഡ് ബുധനാഴ്ച, അതായത് എപ്പിസോഡ് 23 ആൻഡ് 24 ഒരുമിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പം ഈ 2 ദിവസം വളരെ സംഭവ ബഹുലമായ ദിവസങ്ങൾ തന്നെയായിരുന്നു. ഈ സംഭവ ബഹുലം എന്ന വാക്ക് ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വേറൊരു വാക്ക്, ഇത്രയും ആപ്റ്റായ ഒരു വാക്ക് എനിക്ക് വേറെ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ബിഗ് ബോസ് സീസൺ 7 ഇപ്പോ ഈ ആഴ്ചയിൽ ഇത്രയും ദിവസമായിട്ടുള്ളൂ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഈ 3 ദിവസം കൊണ്ട് നടന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതിലേക്ക് അപ്പൊ നമുക്ക് വരാം. അപ്പോൾ ബിഗ് ബോസിലെ താൽക്കാലിക ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പാനി ശരത്തിനെയാണ്. അപ്പാനി ശരത്ത് ക്യാപ്റ്റൻ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പാനി ശരത്തിന്റെ കൂടെ ക്യാപ്റ്റൻസിയിലേക്ക് കോമ്പീറ്റ് ചെയ്തിരുന്നത് ഒന്ന് ശൈത്യയും മറ്റത് ബിന്നിയായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരെയും നല്ല എന്താ പറയാ, ആത്മവിശ്വാസത്തോടെ പരാജയപ്പെടുത്തിയാണ് അപ്പാനി ശരത്ത് ക്യാപ്റ്റൻസിയിലേക്ക് വന്നത്. ആസ് എ കണ്ടസ്റ്റന്റ് ഇപ്പോഴും ശരിക്കും അപ്പാനി ശരത്തിന്റെ ഗെയിം ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ഒന്നെങ്കിൽ അക്ബറിനെ അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും ഒക്കെ ചാരി നിന്നിട്ടാണ് അപ്പാനി ശരത്ത് ആ ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നത്. ആൻഡ് ഇപ്പോഴും അപ്പാനി ശരത്തും ഷാനവാസുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, അപ്പാനി ശരത്ത് ആസ് എ ക്യാപ്റ്റൻ കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് അനുമോളുടെ ഗെയിം പ്ലാൻ ആൻഡ് സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഒന്നും മനസ്സിലാവാത്ത. അനുമോൾ 24 മണിക്കൂർ അടുക്കളയിലാണ്. അനുമോൾ ബിഗ് ബോസിനെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ എന്തോ കിട്ടും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഇറങ്ങി കളിച്ച് സ്ട്രാറ്റജിക്കലി പെർഫോം ചെയ്ത് കൂടുതൽ ആൾക്കാരെ കൂടെ നിർത്തി നോമിനേഷനിൽ വരാതെ എവിക്ഷനിൽ വരാതെ കയറി പോകുന്നിടത്താണ് ബിഗ് ബോസ് ഹൗസിലെ ഒരു കണ്ടസ്റ്റന്റിന്റെ ശരിക്കുള്ള ഗെയിം പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി വിജയിക്കുന്നത്. പക്ഷെ അനുമോൾക്ക് അതൊന്നുമില്ല. അനുമോൾ അത്യാവശ്യം ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും തന്നെ വെറുപ്പിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല, സ്വന്തമായിട്ടൊരു നിലപാട് അനുമോൾക്ക് ഇല്ലാത്ത പോലെ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആദില നൂറയ്ക്കകത്ത് ആദില കുഴപ്പമില്ലാത്ത അത്യാവശ്യം പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ നൂറയുടെ കാര്യത്തില് ഷീ ഈസ് നോട്ട് എ ഗുഡ് പെർഫോമർ. കാരണം വല്ലാണ്ട് അനുമോളെ ഇങ്ങനെ ചാടി നിൽക്കുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. കാരണം അവർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ തന്നെ വളരെ നല്ല കണ്ടന്റേഴ്സ് ആണ്, അവർ നല്ല കണ്ടസ്റ്റൻസ് ആണ്, അവർ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആദില. അപ്പം നൂറയുടെ കാര്യത്തിൽ ഐ ഡോണ്ട് നോ. ഇപ്പൊ ബിഗ് ബോസ് നേരത്തെ തന്നെ ആദില നൂറ എന്നുള്ളത് ഒരുമിച്ചുള്ള കണ്ടസ്റ്റൻസിനെ രണ്ടാക്കിയിട്ടുണ്ട്. അതായത് നേരത്തെ ആദില നൂറ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, ഇപ്പോൾ അവർ 2 പേരാണ്. അപ്പൊ 2 പേരും നോമിനേഷനിൽ വരാം, ചിലപ്പം എവിക്റ്റ് ആവാം. ഒരാൾ പോകുമ്പോൾ മറ്റേ ആളത് എങ്ങനെ എടുക്കും എന്ന് നമുക്കറിയില്ല. അപ്പൊ അതിന്റെ ഇമോഷണൽ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാൻ പറ്റും. അപ്പോ നമ്മുടെ പണിപ്പുര ടാസ്കിലേക്ക് വരുമ്പോൾ പണിപ്പുര ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് ഇത്തവണ തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ജിസൈലിനെയും ഒപ്പം തന്നെ നെബിനെയുമാണ്. സ്വേച്ഛാധിപതികൾ എന്ന ടാഗ് ലൈനോടെയാണ് ഇവരെ ഈ ടാസ്കിലേക്ക് പറഞ്ഞു വിട്ടത്. ഈ ടാസ്കില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വേച്ഛാധിപതികൾക്കുള്ള പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് നോമിനേഷനിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് ഈ ആൾക്കാരെ കൊണ്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റും. ഈ ആൾക്കാരെ വേണമെങ്കിൽ നോമിനേഷനിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. ഇങ്ങനെ പല എന്താ പറയാ ബെനിഫിറ്റ്സുമായിട്ടാണ് നമ്മുടെ സ്വേച്ഛാധിപതികൾ വന്നിരിക്കുന്നത്. അപ്പൊ സ്വേച്ഛാധിപതികളാണ് പണിപ്പുരയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിരിക്കുന്നത്. ബിഗ് ബോസ് ഇത്തവണ കൊടുത്തിരിക്കുന്ന ഒരു ബെനിഫിറ്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 സെക്കൻഡ് വെച്ച് 3 തവണയായി പോയിട്ട് സാധനങ്ങൾ എടുക്കാം. അതായത് കയ്യിൽ എന്തോ സാധനങ്ങൾ കിട്ടുന്നോ അതെടുക്കാൻ പറ്റും. ഫുഡ് ഐറ്റംസ് എടുക്കുന്ന സമയത്ത് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഹൗസ് വെയ്റ്റ്സ് ആയിട്ട് ഷെയർ ചെയ്താൽ മതി. പക്ഷെ ഇവര് വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ഷെയർ ചെയ്ത സാധനങ്ങൾ, എടുത്തു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം എല്ലാവരുമായിട്ട് ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം പോയിന്റ്സ്, അതായത് ടോട്ടൽ സാധനങ്ങളുടെ കോസ്റ്റ് വന്ന് 22,000 രൂപ. ഈ 22,000 രൂപ ഇവര് തെരഞ്ഞെടുക്കുന്ന ഇവരുടെ അടിമകൾ കുറച്ച് ടാസ്കുകൾ ചെയ്ത് അത് വീട്ടണം എന്നുള്ളതായിരുന്നു ബിഗ് ബോസിന്റെ ഉത്തരവ്. അപ്പോ ഇതിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒനീലിനെ, ആര്യനെ, റെന ഫാത്തിമ, ഒപ്പം തന്നെ ബിന്നി, അനീഷ്, ഷാനവാസ്, ഇവരെയൊക്കെ കൂടിയായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ സത്യം പറയാലോ ഇന്നലത്തെ ആ ഒരു ഗെയിമിനകത്ത് ഇവരെല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹാറ്റ്സ് ഓഫ്. കാരണം ബിന്നിയുടെ ആ ഒരു ഡെഡിക്കേഷൻ നമ്മൾ ഇന്നലെ കണ്ടു. ആ സ്ക്രൂ ഒക്കെ അടുക്കി വെക്കുന്നതിൽ അവർ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആര്യനാട്ടെ, അനീഷാട്ടെ, അനീഷിനെ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഭയങ്കര വെറുപ്പിക്കലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ആ വീടിനകത്ത് നല്ല രീതിയിൽ ഗെയിം കളിച്ചു പോകുന്ന ഒരാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷാണ്. ആൻഡ് ടാസ്കുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ് തരാം. സോ കീപ് വാച്ചിങ് ദ ക്രിയേറ്റീവ് ബെഞ്ച്.